വൈ വോയിസ് ഓവറിന്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശനോട് ആവശ്യപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത്, നയനെ നീ നന്നായിട്ട് ജീവിക്കണം, നിന്റെ ഒരു കുഞ്ഞിനെ എനിക്ക് കാണണം എത്രയും വേഗം എന്നൊക്കെ പറയുമ്പോൾ ആദർശ് മനസ്സിൽ കരുതുക. എന്നിട്ട് ആദർശനോട് മുത്തശ്ശൻ സത്യം വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ആദർശം മനസ്സിൽ കരുതുകയാണ്. അപ്പൊ മുത്തശ്ശൻ ഇത്രത്തോളം പറഞ്ഞ സ്ഥിതിക്ക് മുത്തശ്ശന്റെ വാക്കുകൾ തട്ടാൻ എനിക്ക് പറ്റില്ല. അത് മാത്രമല്ല, മുത്തശ്ശൻ കുറച്ച് നാളുടെ മാത്രമേ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു സമയത്തുള്ളിലെങ്കിലും മുത്തശ്ശന് സമാധാനം കുറിച്ച് കൊടുക്കണമെന്ന് ആദർശം മനസ്സിൽ ആലോചിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് തന്നെ ആദർശ് നയനോട് വീട് വിട്ട് പുറത്തു പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് കാരണം കൊണ്ടാണ് വീട് വിട്ട് പോവാൻ ആദ്യം പറഞ്ഞത് എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ പറയാട്ടോ. അങ്ങനെ ആദർശ് മനസ്സിലാലോചിക്കുകയാണ്, എങ്ങനെയെങ്കിലും മുത്തശ്ശന്റെ മനസ്സമാധാനം കൊടുക്കണം, സന്തോഷം കൊടുക്കണം. അപ്പം ഇപ്പൊ തന്നെ താൻ പോയിട്ട് നയനയോട് പൊയ്ക്കോ, ഈ വീട്ടിൽ നിന്ന് പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് വന്നതാണ്, ഇനി ഉടൻ തന്നെ ഞാൻ പോയിട്ട് എങ്ങനെയോട് ഇങ്ങനെ പറയും എന്നൊക്കെ ആദർശ് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് എല്ലാ കാര്യങ്ങളും നയനോട് തുറന്നു പറയാൻ തീരുമാനിക്കുകയാണ്. ആദർശ് റൂമിലോട്ട് കയറിയതിന് ശേഷം നയനോട് പറയാണ്, എനിക്ക് നിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, ആ ഡോറൊന്ന് ലോക്ക് ചെയ്യൂന്ന് പറയുന്നു. അങ്ങനെ നയന ഡോർ ലോക്ക് ചെയ്ത് അകത്തേക്ക് വരുമ്പോൾ ആദർശ് പറയാണ്, വേറൊന്നുമില്ല എനിക്ക് പറയാനുള്ളത്, അതായത് മുത്തശ്ശന് തീരെ സുഖമില്ല, അത് എന്താണെന്നുള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയില്ല, അത് ഞാൻ പറയില്ലെന്ന് തീരുമാനം എടുത്താണ്, അതുകൊണ്ട് എന്നോട് ചോദിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ മുത്തശ്ശന് ഇനിയുള്ള കാലമെങ്കിലും കുറച്ച് സമാധാനം സന്തോഷം കൊടുക്കണം. മുത്തശ്ശനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നീയുമായിട്ട് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാണ്. അപ്പം നയന ചോദിക്കുന്നു, കുറച്ച് നാൾ കൂടിയോ? ആദർശമായിട്ട് എന്താ പറഞ്ഞു വരുന്നേ? മുത്തശ്ശനപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. പറഞ്ഞ മുത്തശ്ശനെ പ്രശ്നമൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ പറഞ്ഞ മാത്രം കേട്ടാൽ മതി എന്ന് പറയാണ്. അപ്പൊ നയനെ പറഞ്ഞു, ഓക്കെ ഞാൻ കേട്ടോളാം, നിങ്ങൾ എന്ത് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി, എന്റെ മുത്തശ്ശന് സന്തോഷം കിട്ടുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നു. ആദർശ് പറയാണ്, ഇനി തൊട്ട് നമ്മൾ എല്ലാവരും മുമ്പിൽ അഭിനയിക്കാൻ പോവാണെന്ന് പറയുമ്പോൾ നയന ചോദിക്കുകയാണ്, എന്ത് അഭിനയിക്കാൻ എന്ന് ചോദിക്കുന്നു. അപ്പൊ ആദർശ് പറയാണ്, വേറൊന്നുമല്ല, മുത്തശ്ശന് സന്തോഷ സമാധാനം വേണമെങ്കിൽ നീയും ഞാനും നല്ല സന്തോഷമായിട്ട് ഇരിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതുപോലെ തന്നെ നീ ഗർഭിണിയാണെന്നും ഞാൻ ഇവിടെ എല്ലാവരോടും പറയാൻ പോവാന്ന് പറയുമ്പോൾ നയന പറയാണ്, അത് നടക്കുന്ന കാര്യമല്ല, ഇല്ലാത്ത ഗർഭം എന്തിനാ പറഞ്ഞുണ്ടാക്കുന്ന ചോദിക്കുമ്പോൾ ആദർശ് പറയാണ്, വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 മാസം ആയല്ലോ, അങ്ങനെ പറഞ്ഞ എല്ലാവരും വിശ്വസിച്ചോളും. അത് മാത്രമല്ല, മുത്തശ്ശന് ഉള്ളിടത്തോളം കാലം എനിക്ക് ആ ഒരു കള്ളത്തിൽ തുടർന്ന് പോകണം, അതിനുശേഷം നമുക്ക് എല്ലാവരോടും തുറന്നു പറയാന്ന് പറയുമ്പം നയന ചോദിക്കുകയാണ്, അതിനുശേഷവും അപ്പം മുത്തശ്ശൻ എന്ത് സംഭവിക്കും, എന്താ ആദർശം പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിന്റേത് പറയില്ല, അതുകൊണ്ട് ദയവ് ചെയ്തൊന്നും ചോദിക്കുകയും ചെയ്യരുത്, ഞാൻ പറയുന്ന പോലെ അഭിനയിക്കാൻ തയ്യാറാണോ ചോദിക്കുമ്പോൾ നയന തയ്യാറാണെന്ന് പറയുന്നു. അങ്ങനെ ആദർശിന്റെ പ്ലാനിങ് പ്രകാരം പിറ്റേ ദിവസം രാവിലെ തന്നെ നയന പോയിട്ട് എല്ലാവരും മുമ്പിൽ വെച്ച് പോയിട്ട് വാഷ് ബേസിനിൽ ഛർദ്ദിക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവരും വന്നിട്ട് മോളെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ആദർശ് പറയാണ്, എന്ത് പറ്റി നയന, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ തല ഇറങ്ങുന്ന പോലെ തോന്നുന്നു ആദർശ് ഏട്ടാന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറയുമ്പോൾ ദേവേനി പറയാണ്, എന്തിനാ ഹോസ്പിറ്റലിലൊക്കെ, ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്താൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അത് പറ്റില്ല, ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ആദർശ് നയനയും കൂട്ടി പോകാൻ ഇറങ്ങുമ്പം ദേവേനിയും ചെറിയമ്മയും കൂടെ വരുമ്പം ആദർശ് പറയാണ്, സാറില്ല ഞാൻ കൊണ്ടുപോക്കോളാം. അപ്പം ചെറിയമ്മ പറയണ, ശരിയാണ്, ഭർത്താവല്ലേ ഭാര്യക്കെതിലും ഇതൊക്കെ ഉള്ളപ്പോൾ കൊണ്ടുപോകേണ്ടത്, അവൻ കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ ആദർശ് നയനയും കൂടെ ഹോസ്പിറ്റലിൽ പോവാണെന്ന് കള്ളത്തരം പറഞ്ഞിട്ട് അവർ ചുമ്മാ ഒരു 2-3 റൗണ്ടൊക്കെ അടിച്ചിട്ട് വരികയാണ്. അപ്പം ആദർശ് പറയണ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ട് അത് മറക്കരുത്, നീ ഗർഭിണിയാണെന്ന് ഞാൻ എല്ലാവരോടും പോയി പറയുമ്പോൾ നീ അതിനനുസരിച്ച് പെരുമാറിക്കോണം, എങ്ങനെ പോലെ 2-3 മാസം അഭിനയിക്കണം എന്ന് പറയുകയാണ്. അപ്പൊ നയന കരയുകയാണ്, എനിക്ക് മനസ്സിലായി ആദർശേട്ടാ, എന്റെ മുത്തശ്ശൻ എന്തോ സംഭവിക്കാൻ പോകണമെന്ന് എനിക്ക് മനസ്സിലായി, എന്നോട് തുറന്നു പറയാന്ന് പറയുമ്പം ആദർശ് പറയാണ്, ചങ്കു പൊട്ടുന്ന വിഷമത്തോടാണ് ഞാനിത് ആ ഒരു കാര്യം കേട്ടത്, അതുകൊണ്ട് എനിക്ക് ഇതിനോട് പറയാൻ സാധിക്കില്ല, അത് വീട്ടിൽ ആരും അറിയാനും പാടില്ല, അതുകൊണ്ട് നമ്മൾ ഇന്നോട്ട് അഭിനയിക്കാൻ തുടങ്ങുകയാണ് നല്ലൊരു ഭാര്യയും ഭർത്താവുമായിട്ട് എന്ന് ആദർശ് പറയുന്നു. അപ്പൊ നയന പറയാണ്, ഞാൻ എന്തുവേണം ചെയ്യാൻ മുത്തശ്ശന് വേണ്ടിട്ടെന്ന് പറയുന്നു. അങ്ങനെ നയന വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ദേവയാനി ഇങ്ങനെ കലിപ്പിച്ചു തന്നിരിക്കുകയാണ്. ചെറിയമ്മ ചോദിക്കുകയാണ്, എന്താ മോളെ, എന്താ കാര്യം, എന്താ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അപ്പൊ ആദർശനോടാണ് കേട്ടോ ഇങ്ങനെ ചോദിക്കുന്നത് ചെറിയമ്മ. ചെറിയമ്മേ, അത് വേറൊന്നുമല്ല, നമ്മുടെ അനന്തപുരിയിലേക്ക് ഒരു കുഞ്ഞുമാവ് വരാൻ പോവാണെന്ന് പറയാണ്. അപ്പൊ അത് കേൾക്കുന്ന എല്ലാവരും അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. കാരണം കുറച്ച് മുമ്പേ വരെ ആദർശ് നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ കയറിപ്പോയത്. ആ സെക്കൻഡിൽ തന്നെ നയന ഗർഭിണിയാണെന്ന് ആദർശിന്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടലോടെ നിൽക്കുകയാണ്. ആ സമയത്ത് ആദർശാണെങ്കിൽ ഇങ്ങനെ ഞെട്ടി ദേവേനി ഇങ്ങനെ ആപ്പടെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഇന്നലെ കൂടി എനിക്ക് വാക്ക് തന്നവനാ,
നയനെ ഭാര്യയായിട്ട് അംഗീകരിക്കില്ല എന്ന്. ഇപ്പൊ കണ്ടില്ലേ അവന്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് പറഞ്ഞത് കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് ചെറിയമ്മയാണെങ്കിൽ പെട്ടെന്ന് പോയി ഈ ആരതി ഒഴിയ ആ ഒരു വിളക്കൊക്കെ എടുത്തോണ്ട് വന്നിട്ട് നയനെ ചുറ്റിയൊക്കെ ഇടുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. അപ്പം ദേവയാനിയാണെങ്കിൽ കലിപ്പിച്ച് അകത്തേക്ക് ദേഷ്യപ്പെട്ട് കയറി പോകുന്നുണ്ട്. ജലജയാണെങ്കിലും ഇത്രയും കാലം ഇവളെ എങ്ങനെ ഇവിടുന്ന് ഇറക്കാൻ ഓർത്തായിരുന്നു. ഇപ്പതാ വന്നവളും നിന്നവളും എല്ലാം ഗർഭിണി. ഇനി ഇവളുമാര് എങ്ങനെ പറഞ്ഞുവിടുമെന്ന് ആലോചിച്ച് ജലജയും അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നവ്യ ആലോചിക്കുകയാണ്, ഈശ്വര ഞാൻ പറഞ്ഞത് കള്ളഗർഭമാണെങ്കിൽ ദാ ഇവക്ക് ഇപ്പൊ ഇവിടെ സത്യമായിട്ട് സംഭവിച്ചല്ലോ. എല്ലാ കാര്യത്തിലും അധികാരം അവളുടെ കയ്യിൽ തന്നെ വരുമല്ലോ. മൂത്ത ആദ്യമായിട്ട് ഗർഭിണിയാകുകയും ആദ്യമായിട്ട് പ്രസവിക്കുകയും ചെയ്യുന്ന കുഞ്ഞിനും അവക്കുമാണല്ലോ ഇവിടെ വാല്യൂ ഉള്ളത് എന്നൊക്കെ ഓർത്ത് നവ്യ ആകെപ്പാട് തലപുകഞ്ഞ് നിൽക്കുകയാണ്. അബി ആണെങ്കിൽ പോലും ഇന്ന് വേണ്ടായിരുന്നു എന്നൊരു ചിന്താഗതിയിൽ അബി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ആനിയാണെങ്കിലോ ഏടത്തി കൺഗ്രാജുലേഷൻസുമായിട്ട് ഓടി വന്ന് നയയുടെ കയ്യിലേക്ക് പിടിച്ച് വട്ടം കറക്കുകയാണ്. അപ്പോഴേക്കും ചെറിയമ്മ വന്നിട്ട് അനിക്കിട്ട് അടി കൊടുത്തിട്ട്, നീ എന്താ കാണിക്കുന്നേ? അവള് ഗർഭിണിയായോ കൊട്ടിയല്ലേ, അതുകൊണ്ട് അവളെ എങ്ങനെയൊന്നും കറക്കാനൊന്നും പാടില്ല. ഇനി അതുപോലെ സൂക്ഷിക്കണം മോളെ. ഇനി കിച്ചണിലൊന്നും ഒരു പണയം ചെയ്യണ്ട, ഈ ചെറിയമ്മ ചെയ്തോളാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ദേവ്യാനിക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ദേവ്യാനി ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോയായിരുന്നല്ലോ. അപ്പോൾ ആദർശ് പുറകെ ചെല്ലുകയാണ്. ദേവ്യാനി പറഞ്ഞു, വേണ്ട എന്നോടൊന്നും മിണ്ടണ്ട. നീ എന്താ എന്നോട് പറഞ്ഞത്? നിനക്ക് അവളോട് യാതൊരു ബന്ധവുമില്ല, നിനക്ക് അവൾ ഇഷ്ടമില്ല എന്നല്ലേ? എന്നിട്ടിപ്പോ എന്താ സംഭവിച്ചത്? നിന്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ വളരുന്നേ? അത് എല്ലാവരുടെ മുമ്പിൽ തുറന്നു പറഞ്ഞു നീ തന്നെയല്ലേ എന്ന് ദേവയാനി ചോദിക്കുകയാണ്. അതമ്മേ എന്ന് പറയുമ്പോഴേക്കും വേണ്ട, ഒന്നും പറയണ്ട. എന്തായാലും അവളുടെ വയറ്റിലുള്ളത് നിന്റെ കുഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ അവളെ പൊന്നുപോലെ നോക്കും. കാരണം ആ കുഞ്ഞ് എന്റെ കൊച്ചുമോനാണ് എന്നും പറഞ്ഞിട്ട് ദേവയാനി സന്തോഷത്തോടെ ഇറങ്ങിപ്പോന്നു. ഇത് കാണുമ്പോൾ ആദർശിന് ഒന്നുകൂടി ടെൻഷനാണ് കേട്ടോ. കാരണം എല്ലാവരും ആ കുഞ്ഞിന്റെ വരവിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണെന്നുള്ള കാര്യം ആദർശിന് മനസ്സിലാവുന്നു. താമസിയാതെ മുത്തശ്ശി എന്നിട്ട് ഈ വാർത്ത മുത്തശ്ശിനോട് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇന്നലെ അവൻ പറഞ്ഞത് ഞാൻ കേട്ടതാണല്ലോ, ഇതുവരെ നമ്മൾ സ്നേഹിച്ചിട്ടില്ല എന്ന്, പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചേ എന്ന് മുത്തശ്ശൻ ആലോചിക്കുന്നു. അങ്ങനെ മുത്തശ്ശൻ ആലോചിക്കുകയാണ്, എന്തായാലും സാരമില്ല, ഇങ്ങനെ ഒരു നല്ല കാര്യം സംഭവിച്ചല്ലോ. ഞാൻ കാരണം അവരുടെ ജീവിതം പോയി എന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പൊ അതല്ലാന്ന് മനസ്സിലായപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്തായാലും അത്രയ്ക്കും സമാധാനം എന്നിങ്ങനെ മുത്തശ്ശൻ അവിടെ നിന്ന് പറയാൻ കേട്ടോ ഓർത്തോണ്ടിരിക്കുന്നു. അപ്പം ആദർശ് അച്ഛനെ മാത്രം മുറിയിലേക്ക് വിളിച്ചോണ്ട് പോവാണ്. എന്നിട്ട് പറയാണ്, അച്ഛ എനിക്ക് വേറെ നിവൃത്തിയില്ല, മുത്തശ്ശൻ വിളിച്ചിട്ട് എന്നാലും ഇതുപോലൊക്കെ പറഞ്ഞു. ഈ ഉള്ള കാലമെങ്കിലും മുത്തശ്ശൻ നന്നായിട്ട് സമാധാനത്തോടെ ജീവിക്കണം. അതുകൊണ്ട് നയന ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ മുത്തശ്ശൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും, എനിക്ക് ഉറപ്പാ. അതുകൊണ്ടാ ഞാനും നയനയും ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞെന്ന് പറയുന്നു. അപ്പം ആദ്യ അച്ഛൻ ചോദിക്കുകയാണ്, അപ്പൊ അത് കള്ളത്തരമായിരുന്നു? അതേ അച്ഛ, അത് കള്ളത്തരമായിരുന്നു എന്ന് പറയുന്നു. അല്ല നയനോട് നീ ഇപ്പം തുറന്നു പറഞ്ഞു? അപ്പൊ ആദർശ് പറഞ്ഞു, ഇല്ല ഞാനൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ മുത്തശ്ശന് എന്തോ ഒരു അപകടമുണ്ട് എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കി. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യം അവൾ അറിഞ്ഞാല് അവൾ ആകെപ്പാടെ സീനാക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അവളോട് പറഞ്ഞില്ല. എങ്കിലും അവൾ എന്റെ നാടകത്തിന് കൂട്ടുനിൽക്കാമെന്ന് സമ്മതിച്ചു. അപ്പം അച്ഛൻ പറയാണ്, നീ അവളോട് പറയണ്ട, കാരണം ആ പാവംകുട്ടിയുടെ മനസ്സില്, പെൺകുട്ടിയുടെ മനസ്സിൽ അത് താങ്ങാനാവില്ല. അവൾക്ക് അത്രത്തോളം മുത്തശ്ശനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നു. അതെ എന്ന് ആദർശം പറയാൻ കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ആദർശം ഇങ്ങനെ നാടകം കളിക്കുന്നതെന്നും അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.